എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന IREL ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് സ്ഥിരജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IREL ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ്സ് ആണ്. സ്ഥിരജോലിയാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 10 വിവിധ ഡിസിപ്ലിൻസിലാണ് വേക്കൻസി ഉള്ളത്. ടെക്നിക്കൽ ഡിസിപ്ലിനും ഉണ്ട്, നോൺ ടെക്നിക്കൽ ഡിസിപ്ലിൻസും ഉണ്ട്. തസ്തികകൾ വരുന്നത് ചീഫ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ എന്നിങ്ങനെയാണ്. ഈ ഡെസിഗ്നേഷൻസിൽ ടെക്നിക്കൽ ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, മിനറൽ, മൈനിങ്, കൊമേഴ്ഷ്യൽ ഓർ പർച്ചേസ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഇൻസ്ട്രുമെൻറ്റേഷൻ, IT, ജിയോളജിയാണ്. നോൺ ടെക്നിക്കൽ ആണെങ്കിൽ തസ്തികകൾ വരുന്നത് സീനിയർ മാനേജർ, മാനേജർ, ജനറൽ മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളാണ്. ഇവിടെ ഡിസിപ്ലിൻസ് വരുന്നത് ലീഗൽ, സെക്യൂരിറ്റി, മെഡിക്കൽ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, HRM, രാജ്ഭാഷ, കമ്പനി സെക്രട്ടറിയാണ്. ഈ ഓരോ തസ്തികയിലേക്കും വിവിധ യോഗ്യതയാണ് വേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ചീഫ് മാനേജർ ടെക്നിക്കലാണ്. ശമ്പളം 80,000 തൊട്ട് 2,20,000 വരെയാണ്. പ്രായപരിധി 42 വയസ്സ് വരെ. വേക്കൻസി ഉള്ളത് ഒഡീഷയിലാണ്. ഈ തസ്തികയിൽ യോഗ്യത വേണ്ടത് BE ഓർ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 13 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഈ തസ്തികയിൽ ആവശ്യമാണ്. ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലാർജ് മാനുഫാക്ചറിംഗ് സെറ്റപ്പ്. ഡെപ്യൂട്ടി മാനേജറാണ് മെക്കാനിക്കൽ. ശമ്പളം 50,000 തൊട്ട് 1,60,000 വരെ. വേക്കൻസി തമിഴ്നാട്ടിലാണ് വരുന്നത്. പ്രായപരിധി 32 വയസ്സ് വരെ. യോഗ്യത വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 5 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ടെക്നിക്കലാണ്. മെക്കാനിക്കലാണ് സ്ട്രീം വരുന്നത്. ശമ്പളം 40,000 തൊട്ട് 1,40,000 വരെ. പ്രായപരിധി 28 വയസ്സ് വരെയാണ്. വേക്കൻസി ഉള്ളത് ചവറ കേരള, ഒഡീഷ, ആലുവ കേരള. കേരളത്തിൽ 2 സ്ഥലങ്ങളിലാണ് വേക്കൻസി ഉള്ളത്. യോഗ്യത വേണ്ടത് BE അല്ലെങ്കിൽ BTech ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ ടെക്നിക്കൽ ഇലക്ട്രിക്കലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ചീഫ് മാനേജർ ആകുമ്പോൾ ശമ്പളം വരുന്നത് 80,000 തൊട്ട് 2,20,000 വരെ. പ്രായപരിധി 42 വയസ്സ് വരെയാണ്. യോഗ്യത വേണ്ടത് BE ഓർ BTech ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 13 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജറാണ് ഇലക്ട്രിക്കൽ. ശമ്പളം 50,000 തൊട്ട് 1,60,000 വരെ. പ്രായപരിധി 32 വയസ്സ് വരെയാണ്. വേക്കൻസി തമിഴ്നാട്ടിലും ഒഡീഷയിലുമാണ്. യോഗ്യത വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ആണ്. അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജറാണ് ഇലക്ട്രിക്കൽ. ശമ്പളം 40,000 തൊട്ട് 1,40,000 വരെ. യോഗ്യത വേണ്ടത് BE അല്ലെങ്കിൽ BTech ആണ്. പ്രായപരിധി 28 വയസ്സ് വരെ. ഇവിടെ 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കെമിക്കലാണ്. ശമ്പളം 50,000 തൊട്ട് 1,60,000 വരെ. പ്രായപരിധി 32 വയസ്സ്. വേക്കൻസി ഉള്ളത് ആലുവയിലാണ്, കേരളത്തിൽ. ക്വാളിഫിക്കേഷൻ BE ഓർ BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ മാനുഫാക്ചറിംഗ് ഓർ മൈനിങ് ഓർ റിസർച്ച് ഇൻഡസ്ട്രി. അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജറാണ് കെമിക്കൽ. ശമ്പളം 40,000 തൊട്ട് 1,40,000 വരെ. വേക്കൻസി വരുന്നത് ഒഡീഷ, വിസാഗ്, ആന്ധ്രാപ്രദേശ് ആണ്. പ്രായപരിധി 28 വയസ്സ് വരെ. ഇവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മിനറലാണ്. ശമ്പളം 50,000 തൊട്ട് 1,60,000 വരെ. പ്രായപരിധി 32 വയസ്സ്. വേക്കൻസി കേരളത്തിലാണ്, ചവറയിലാണ്. യോഗ്യത BE ഓർ BTech ഇൻ
മിനറൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മിനറൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 5 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് മാനേജർ ടെക്നിക്കൽ മൈനിങ് ആണ്. ശമ്പളം 60,000 തൊട്ട് 1,80,000 വരെ. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. വേക്കൻസി ഉള്ളത് കേരളത്തിലാണ്, ചവറ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE or BTech or its equivalent in mining engineering with a second class mines manager certificate of competency. 8 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ 2 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ശമ്പളം 40,000 തൊട്ട് 1,40,000 വരെയാണ്. പ്രായപരിധി 28 വയസ്സ് വരെ. വേക്കൻസി ചവറയിലും ഒഡീഷയിലുമാണ്. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കൊമേഴ്ഷ്യൽ ഓർ പർച്ചേസ് ആണ്. ശമ്പളം 50,000 തൊട്ട് 1,60,000 വരെ. യോഗ്യത വേണ്ടത് BE or BTech ഇൻ എനി ഡിസിപ്ലിനിലാണ്. ഏത് ഡിസിപ്ലിനാണെങ്കിലും കുഴപ്പമില്ല. 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വേക്കൻസി ചവറ, കേരള, തമിഴ്നാട്ടിലുമാണ്. ഇതുപോലെയാണ് താഴേക്ക് വരുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇനി അടുത്തത് ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആണെങ്കിൽ യോഗ്യത വേണ്ടത് BE or BTech or BSc എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MTech or ME ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് വേണ്ടത്. ഇതിൽ ഡെപ്യൂട്ടി മാനേജർ ആണെന്നുണ്ടെങ്കിൽ 5 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജർ ടെക്നിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. യോഗ്യത വേണ്ടത് BE or BTech or its equivalent in ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ്. വേക്കൻസി ഒഡീഷയിലാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ IT ആണ്. ശമ്പളം 90,000 തൊട്ട് 2,40,000 വരെയാണ്. പ്രായപരിധി 46 വയസ്സ് വരെ. വേക്കൻസി മുംബൈയിലാണുള്ളത്. ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 16 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ജിയോളജി ആണ്. പ്രായപരിധി 32 വയസ്സ് വരെ. ആലുവയിലാണ് വേക്കൻസി ഉള്ളത്. യോഗ്യത വേണ്ടത് MSc ഡിഗ്രി ഇൻ ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി ഓർ MSc ടെക് ഇൻ ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി ആണ്. 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി നോൺ ടെക്നിക്കൽ ഡിസിപ്ലിൻസ് നോക്കാം. സീനിയർ മാനേജർ ലീഗൽ ആണെങ്കിൽ ശമ്പളം 70,000 തൊട്ട് 2 ലക്ഷം വരെയാണ്. പ്രായപരിധി 38 വയസ്സ് വരെ. ലൊക്കേഷൻ വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയിലാണ് വേക്കൻസി ഉള്ളത്. ഈ തസ്തികയിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. മാനേജർ ലീഗൽ ആണെങ്കിൽ ശമ്പളം 60,000 തൊട്ട് 1,80,000 വരെയാണ്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. വേക്കൻസി ചവറ, കേരള, ഒഡീഷ, തമിഴ്നാടാണ്. 8 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ 2 പോസ്റ്റിലും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ ലോ ആണ്. സീനിയർ മാനേജർ മെഡിക്കൽ ആണെങ്കിൽ MBBS യോഗ്യതയുള്ളവരായിരിക്കണം. ജനറൽ മാനേജർ ഫിനാൻസ് അതുപോലെ തന്നെ ചീഫ് മാനേജർ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ CA അല്ലെങ്കിൽ CMA ഇതല്ലെങ്കിൽ BCom കൂടാതെ MBA ഫിനാൻസ് ഉണ്ടായിരിക്കണം. 20 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. ചീഫ് മാനേജർ ആണെങ്കിൽ 13 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഡെപ്യൂട്ടി ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. BE or BTech ഇൻ എനി ഡിസിപ്ലിൻ. MBA ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അവിടെയും 16 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. ഇനി ഡെപ്യൂട്ടി മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പ്രായപരിധി 32 വയസ്സ് വരെയാണ്. ലൊക്കേഷൻ മുംബൈ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇങ്ങനെയാണ് വിവിധ പോസ്റ്റുകളിൽ യോഗ്യതയും എക്സ്പീരിയൻസും ഒക്കെ പറയുന്നത്. ഈ എല്ലാ ക്വാളിഫിക്കേഷനും ഫസ്റ്റ് ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 55% മാർക്ക് ഉണ്ടായിരിക്കണം. ശമ്പള സ്കെയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ തസ്തികയിലും നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. നേരത്തെ പറഞ്ഞ പ്രായപരിധി കൂടാതെ OBCക്ക് 3 വയസ്സിൻ്റെയും SCക്ക് 5 വയസ്സിൻ്റെയും പ്രായത്തിലിളവുണ്ട്. അതുപോലെ തന്നെ PWBDക്കും എക്സ് സർവീസ് മെന്നും പ്രായത്തിലിളവുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും.
സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷനുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. 944 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും ESM കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും 354 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. കാൻഡിഡേറ്റ്സ് സെലക്ഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ആധാർ കാർഡിൻ്റെ കോപ്പി, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, മറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് irel.co.in എന്നുള്ള പേജിലാണ് പോകേണ്ടത്. അവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്കാൻഡ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഉണ്ടായിരിക്കണം. സിഗ്നേച്ചറും സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്കാൻഡ് സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. ഇത്ര അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 10 ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് irel.co.in എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു പേജ് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. IREL ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ പോസ്റ്റുകളിൽ പെർമനൻറ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.